ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, പറഞ്ഞു വന്നിട്ടുള്ളത് ഈ സംഘടന എന്നുള്ള ആ സംവിധാനം അത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമല്ല. ഇതിന്റെ തുടക്കം ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ജൂതന്മാരാണ് ഇതിനെന്തായിട്ടുള്ളത് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ജൂതന്മാരാണ് ഇതിനെ തുടക്കം കുറിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് അത് വന്ന് എത്തിയിട്ടുള്ളത് ഇഖ്വാനികളായിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഈ ഒരു സംഘടന സംവിധാനം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ എന്താവുക മനസ്സിലാക്കുക. ജൂതന്മാർ എന്താണ് ഈ സംഘടന സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്? അവരുടെ പേച്ചതായിട്ടുള്ള ആശയങ്ങളെ ആളുകൾക്കിടയിൽ വ്യാപിപ്പിക്കണമെന്ന രീതിയിലാണ് അവരെന്തായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കി, സംഘടനാ സംവിധാനം എന്നുള്ളത് അത് ജൂതന്മാരിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഈ സംഘടന പൊതുവെ ലോകത്ത് സംഘടനകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉലമാക്കൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഈ സംഘടനാ സംവിധാനം എന്നുള്ളത് ഇത് അനുവദനീയമല്ല, ഇത് ബിദ്അത്താണ് എന്ന് ഉലമാക്കൾ എന്താവാൻ പറയാനുള്ള കാരണം, അഹ്ലുസുന്നത്തിൽ തന്നെ പെട്ട ഉലമാക്കൾ ഈ സംഘടന ബിദ്അത്താണ്, അതിൽ ധാരാളമായിട്ടുള്ള മഫ്സദകളുണ്ട്. കാരണം അവർ പറയുന്നത് ഇന്ന് അതായത് മുഹമ്മദ് അബ്ദ ഇസ്ലാമിൽ സംഘടന ഉണ്ടാക്കിയത് മുതൽ ഇന്ന് വരെ ലോകത്തുള്ള ഏത് സംഘടന എടുത്തു കഴിഞ്ഞാലും എന്താണ് അതിന്റെ അനുഭവം, അതിൽ അധികവും എന്താണ് മഫ്സദത്താണ് ധാരാളമായിട്ടുള്ളത് എന്തായിട്ടുള്ളത് കണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള മഫ്സദയാണ് ഞാൻ നിങ്ങൾക്ക് എന്തായിട്ട് അറിയിച്ചു തരുന്നത്. ഒന്നാമത് തഹസ്സുബ്, കക്ഷിത്വം. അതായത് കക്ഷിത്വം ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. അതാണ് കക്ഷിത്വം ഉണ്ടാക്കുക, ഗ്രൂപ്പിസം. മുസ്ലിങ്ങൾക്കിടയിൽ സംഘടനകൾ ഉണ്ടാക്കി ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, സംഘടന ഇല്ലാത്തവർക്കും ഗ്രൂപ്പുകളില്ലേ? അതേ, ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ടുള്ള ഏത് ഗ്രൂപ്പ് ഉണ്ടെന്ന് പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരെ എവിടെ? നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു നോക്കി. 2002 ഒരു എന്തായി ഭിന്നിച്ചു. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിയുമ്പോൾ, കൃത്യം 10-11 വർഷം കഴിയുമ്പോൾ 2013 12 വീണ്ടും ഭിന്നിച്ചു. ഇല്ല, സംഘടന സ്വഭാവമാണ്. എന്തിനാ ഭിന്നിച്ചിട്ടുള്ളത്? എന്നിട്ട് ഭിന്നിച്ച് അപ്പുറം ഇപ്പുറം എന്താ? ഒരുത്തനെ മുശ്രിക്കാക്ക, ഒരുത്തനെ കാഫിറാക്ക, പിന്നെ അന്ധവിശ്വാസിയാണെന്ന് വിളിക്കുക. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പറയുന്നത് അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിൽ ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് പറയുന്നത്. നമ്മളിതെന്താണ്, നമ്മുടെ നാട്ടിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകളിൽ വരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വിസ്ഡം എന്ന സംഘടന തന്നെ ഉണ്ടായത് എങ്ങനെ? ENM നിന്ന് ഭിന്നിച്ച് അവിടുന്ന് ഒരു ദഅവ സംഘം എന്ന് പറഞ്ഞ സംഗമം ഉണ്ടാക്കി, അതിനുശേഷം വിസ്ഡം എന്ന ഒരു സംഘടന ഉണ്ടാക്കി. ആ ദഅവ സംഘടനത്തിന്റെ ചെയർമാൻ ആയിരുന്നു സക്കരിയ സലാഹി. അദ്ദേഹം അവരോട് പറഞ്ഞു, നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിൽ ഉലമാക്കളോട് ചോദിച്ചു ചെയ്യാന്ന്. അപ്പൊ ഫൈസൽ മുസ്ലിയാർ, നമുക്ക് ഉലമാക്കളോട് എന്ത് ചോദിക്കണം, അവർക്ക് ചോദിച്ചു, നിങ്ങൾക്ക് വേണം ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിസ്ഡം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം. ഞാൻ വരെ ആ സംഗതി വരെ എന്തുകൊണ്ട് വിസ്ഡമിനെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളത്. അതെന്താണ് കക്ഷിത്വം. നമ്മൾ കാണാം, ലോകത്ത് ഏതൊരു സംഘടന എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരു തഹസ്സുബ്, ഹിസ്ബിയത്ത് എന്നുള്ളത് ഉണ്ടാകും. ഹിസ്ബിയത്ത് എന്നുള്ളത് ഈ ശറഅൽ ഇസ്ലാമിൽ എന്താണ്? ഹറാമാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ എന്താവരുത് മുശ്രിക്കീങ്ങളെ പോലെ ആകരുത് എന്നാണ് മുശ്രിക്കീങ്ങളുടെ അവസ്ഥ. മിനല്ലദീന ഫറഖൂ ദീനഹും, അവർ അവരുടെ ദീനിന്റെ കാര്യത്തിൽ ഭിന്നിക്കുകയും വകാനൂ ശിയഅൻ, ഗ്രൂപ്പുകളായി തീരുകയും ചെയ്തു. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫറഹൂൻ, ഓരോ കക്ഷികളും അവർ ഉള്ളതിൽ എന്താവുന്നു? ആഹ്ലാദം കൊള്ളുന്നു, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അവരെപ്പോലെ നിങ്ങൾ ആവരുത്. ഇത് മുശ്രിക്കീങ്ങളുടെ സ്വഭാവമാണ്, ഓരോ ഗ്രൂപ്പുകളായി തിരിയുക എന്നുള്ളത്. അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അൽബാനി ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ട്, അന ബരീഉം മിമ്മൻ ഫറഖ ദീനഹു വഹ്തസബ്, ഞാൻ എന്താണ് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, ദീനിന്റെ കാര്യത്തിൽ ഭിന്നിക്കുകയും ഗ്രൂപ്പുകളായി തിരിയുകയും ചെയ്യുന്നവരിൽ നിന്ന്, ഹിസ്ബിയത്ത് ഉള്ളവരിൽ നിന്ന് ഞാൻ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്.
ഗ്രൂപ്പുകളായി തീരുന്ന ആളുകളിൽ നിന്ന് എനിക്കായിട്ട് ഒരു ബന്ധമില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, സംഘടന എവിടെയുണ്ടോ ആ നാടിൽ മുസ്ലിങ്ങൾക്ക് ഭിന്നത ഉണ്ടാവാതെ ഇരിക്കുകയില്ല, അടികൾ ഉണ്ടാവാതിരിക്കുകയില്ല. ഇത് നിങ്ങൾ നോക്കൂ, എടുത്തു നോക്കൂ, അവർ അടിയുണ്ടാക്കും, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. ആ ഭിന്നത എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതെന്നാണ് ഈ ദീനിൽ ഹറാമാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ സംഘടനക്കാരെ പ്രശ്നം തരങ്ങൾക്ക് സംഘടന ഓടെ ഉണ്ടെങ്കിലും പ്രശ്നം, ഒരു താലിബുൽ ഇൽമിനെ അല്ല ഒരു ദായിയായ ആളെ ദുനിയാവിന്റെ അറ്റാച്ച്മെന്റ് ആക്കുക, ദുനിയാവായിട്ടാണ് അവരെ എന്താവുക ബന്ധിപ്പിക്കുക, മാറ്റും. അവർ എങ്ങനെയെങ്കിലും ദുനിയാവിന്റെ ആളുകളാക്കി മാറ്റും. ഇപ്പൊ നോക്കൂ, ഏതൊരു പിന്നെ കോളേജ്, ഇപ്പൊ ഇവിടെ ഇപ്പൊ വിസ്ഡമിൽ ഏറ്റവും വലിയ കോളേജാണ് ഇത്, ജാമിഅത്തുൽ ഇസ്ലാമിയ അൽ ഹിന്ദ്. അവിടുത്തെ വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ അവർ ആദ്യം തന്നെ ഇടുന്നവരോ, ഈ നന്നായി പഠിക്കാറ്, പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താവും, മുൻഷിയാവാം, അതായത് അറബിക്ക് ടീച്ചറാവാം, ഗവൺമെന്റ് നിനക്ക് നല്ല സാലറി കിട്ടും. ആ സംഘടന മാത്രമല്ല, ഏത് സംഘടനയുടെ സ്ഥാപനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ആദ്യമായി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ അവർ ഉണ്ടാക്കുന്നതായ ഒരു കാര്യം ദുനിയാവിന്റെ ചിന്തയാണ് അവർ ഉണ്ടാക്കുക, ദുനിയാവായിട്ടാണ് അവർ ടച്ചാക്കുക. അതുകൊണ്ട് തന്നെ അവർ ഈ നേരായ മാർഗത്തിൽ പോകുന്നു. നോക്ക്, നമ്മുടെ ഈ അടുത്തുള്ള മസ്ജിദിൽ തന്നെ ഇമാമാരെ ഏതോ ബീഹാർക്കാരനല്ല, ബംഗാളി, എവിടുന്ന് പുറത്തുള്ള നാട്ടിൽ നിന്ന് ആളുകളാണ് ഇമാമായിട്ട് വരെ. ഞാൻ ചോദിക്കാൻ അവരോട്, നിങ്ങൾ പിന്നെ ഈ സമുദായത്തിന്റെ പൈസയും പണം സമ്പത്തും മുസ്ലിങ്ങളിൽ നിന്ന് പൈസ മേങ്ങിയിട്ട് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഉപകാരമില്ലെങ്കിൽ എന്തിനാ നിങ്ങൾ സ്ഥാപനം നടത്തുന്നത്? എന്തിനാണ് സ്ഥാപനം നടത്തുന്നത്? എന്ത് ആവശ്യമുണ്ട്? പല ആളുകളും എന്താണ് ഗൾഫിലേക്ക് നേരെ പോവാണ്. മുസ്ലിങ്ങൾ ആവശ്യക്കാരാണ് ദീൻ പഠിക്കുക എന്നുള്ളതിന്. കുറെ ആൾക്കാർ സ്കൂളിൽ പിന്നാലെ അത് ഇസ്ലാമിലുള്ള രീതികളിൽ നിന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് പ്രീമിക്സിംഗ് ഉള്ള വിഷയമേ അല്ല. ഒരു കോളേജിൽ പഠിച്ചിട്ടുള്ള ചില കുട്ടികൾ മാഷന്മാരായി കഴിഞ്ഞാൽ ഏതേതും പിന്നെ തട്ടയിടാത്ത പെണ്ണുങ്ങൾ ഒന്നിച്ചിട്ട് ഫോട്ടോ എടുക്കുക, അത് സ്കൂളിൽ അങ്ങനെ ഒരു റോള്. എന്നിട്ട് കുട്ടികളെ കൂടെ ഇതും പെൺകുട്ടികളോ ആൺകുട്ടികളോ വ്യത്യാസമില്ലാതെ പിന്നെ മദ്രസകൾ വരെ ഒരു നിയന്ത്രണത്തിലുള്ള മദ്രസ വരെ പഠിപ്പിക്കുന്ന രീതി എന്താ? ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്നു, പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ പഠിപ്പിക്കുന്നു. ഇതേ ഫൈസൽ മുസ്ലിയാർ മറയിടാണ്ട് പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്ത് സംസ്കാരമാണ് അവർക്കുള്ളത്? എന്താണ് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ദീന എന്നുള്ളത് ഒരു സംസ്കാരമാണ് പഠിക്കുന്നത്. ദീനിന്റെ അച്ചടക്കങ്ങൾ അവർക്കില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദമാണ്. മുഖം മറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട് മുഖം മറക്കാൻ നിർബന്ധിക്കുക എന്നുള്ളത് പാടില്ല. ഇവിടുത്തെ ഖതീബ് പ്രസംഗിച്ചതാ ഇന്നയില്. അവനൊക്കെ എന്ത് ദീനാണ് പഠിച്ചത്? ഏത് ദീനാണ് പഠിച്ചിട്ടുള്ളത്? ആരെയാണ് അങ്ങനെ ഫത്വ നൽകിയിട്ട്? ഏത് ആലിമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരു ഭർത്താവിന് അവന്റെ ഭാര്യയുടെ മുഖം, ഭാര്യയുടെ ഭംഗി അത് മറ്റുള്ള അന്യപുരുഷനായിട്ടുള്ള ആൾ കാണാൻ പാടില്ല എന്ന് നിർബന്ധം പാടില്ലേ? ഇത്ര ഹീറത്ത് വേണ്ടെന്നാണോ അവർ പറയുന്നത്? ദോഷം വേണ്ടെന്നാണോ പറയുന്നത് ഇവര്? അപ്പൊ ഞാൻ പറയുന്നത് എന്താ, ഇവരുടെ ആളുകളെ ദുനിയാവാക്കി ടച്ചാക്കാൻ, ഗൾഫിലേക്ക് കുറച്ച് ആൾക്കാർ അയക്കാൻ. വലിയ ശൈഖ് ഹുസൈൻ പട്ടാമ്പി അവിടെ ഉള്ള ദഅവത്ത് പറയുന്നല്ല, നാട്ടിൽ വന്ന് ഇരുന്ന് ദഅവത്ത് ചെയ്യട്ടെ. എന്ത് ദഅവത്ത് ചെയ്യുന്നില്ല അവര്? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നാട്ടിലെ ദഅവത്ത് ചെയ്യാൻ സ്കോപ്പുള്ളത്. ഇവർ പറയുന്ന പോലെ എത്ര ആൾക്കാർ ശിർക്കിന്റെ ആളുകളുണ്ട്. ദഅവത്ത് ചെയ്യട്ടെ, വന്നിട്ട് ഇരുന്ന് പഠിപ്പിക്കട്ടെ, മസ്ജിദിൽ നിന്ന് ഇരുന്ന് പഠിപ്പിക്കട്ടെ. റസൂലിന്റെ മാർഗ്ഗം എന്ന് മസ്ജിദുകളിൽ ഇരുന്ന് ആളുകൾക്ക് തർബിയത്തും തസ്ബിയത്തും കൊടുത്തിരുന്നു. എപ്പോ ഇങ്ങ് വന്നിട്ട് വലിയ പ്രസംഗം നടത്തി പോകാനല്ല വേണ്ടത്. ആളുടെ അവസ്ഥ എന്താ? ഒരു അദബില്ല എന്ന് പറയുന്ന കാരണം ദുബൈയിൽ ഒരു പരിപാടി നടത്തി രാഷ്ട്രീയക്കാരൻ. പരിപാടി സ്റ്റേജിലും പെണ്ണുങ്ങളുണ്ട്, സ്റ്റേജിന് മുന്നിലും പെണ്ണുങ്ങളുണ്ട്. ഇവിടെ പോയി ഇരുന്ന് അതിനെ നേരെ നോക്കി പ്രസംഗിക്കാൻ. ഇതൊക്കെ എന്ത് ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ, ഒരു സംസ്കാരവും ഇല്ലാത്ത ആളുകളാണ് എന്നുള്ളത്. ഇതേപോലെ തന്നെ ഈ സംഘടനക്കാരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയാൻ, ഇത് മനസ്സിലായി നിങ്ങൾക്ക്? എന്താണ്? ദുനിയാവിലേക്ക് കൊണ്ടുപോകും. ഞാൻ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയുള്ള വിദ്യാർത്ഥികൾ 50, 60, 100 വിദ്യാർത്ഥികൾ
അല്ലെങ്കിൽ 50 ഇവരുടെ കോളേജുകളിൽ നിന്ന് ഇറങ്ങലുണ്ട്. അത്രയും അവരാരും നാട്ടിൽ കാണാൻ പറ്റും. നാട്ടുകാർക്ക് ഉപകാരമുള്ളവരായി കാണുന്ന എല്ലാം സ്വന്തത്തിന് ഉപകാരം ഉണ്ടാക്കാം. സ്വന്തത്തിന്റെ കാര്യം ഏതെങ്കിലും നാട്ടിൽ ചില ആളുകൾ ഉണ്ടാവും, അതാണ് നിഷേധിക്കുന്നില്ല. പല ആളുകളുടെയും അവസ്ഥ ഇതാണ്. അങ്ങനെ അത്രയും ഇവരെന്താണ് സമുദായത്തിൽ നിന്നല്ല പൈസ വാങ്ങുന്നത്. ഇസ്ലാമിന് ദീനിന് ആലിമ്യങ്ങളാകണം, വലിയ വലിയ ആലിമ്യങ്ങളാകണം എന്നാണ് പറഞ്ഞു. ഇപ്പൊ 13 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായി കോളേജ് തുടങ്ങിയിട്ട്. ഈ 10 വർഷത്തിൽ ഒരു സമുദായത്തിന് ഉപകാരമുള്ള അല്ലെങ്കിൽ ഇരുന്ന് ഇമാം നിൽക്കാനുള്ള ആളുകൾ ഇല്ല എന്നാണോ? ഓരോ ആള് ബംഗാളികളെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? അവന് ഒരു നിസ്കാരത്തിന്റെ ഹുക്കുമുകൾ ഇതൊന്നും അറിയില്ല. അവൻ വന്ന് നിസ്കരിക്കാൻ നിങ്ങൾ പോകും. ഇതാണ് സംഘടനക്കാർ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നം. അതായത് ശരിയായ ദീനല്ല അവർ എന്താവുന്നത്, ശരിയായ നിലക്ക് ദീൻ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ശരിയായ നിലയിൽ തർബിയത്ത് അവർക്ക് ഇല്ല. അത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, തസ്വീർ ദവാത്തിൽ അർവാഹ്, റൂഹുള്ളതിന്റെ ചിത്രം എടുക്കുക എന്നുള്ളത് ഒരു പ്രശ്നവും കാണുന്നില്ല അവർ. എന്നിട്ടോ ചില ഉലമാക്കളുടെ ഫത്വ കൊണ്ടുവരും, ദഅവത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന്. ശരി, ദഅവത്തിന്റെ മസ്ലഹത്തിന് അതെ ചില ഉലമാക്കൾ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തെന്ന് വെച്ചെന്ന് ശരി, നമ്മ വെക്കാം. എന്തിനാണ് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോ കുറെ ആൾക്കാർ കൂടിയിട്ട് ഫോട്ടോ എടുക്കേണ്ടത്? അതിന്റെ ആവശ്യം എന്താ? അതെന്ത് ദഅവത്താണ്? എന്തിന്റെ ആവശ്യം ഉണ്ട്? അത് മാത്രമല്ല, വലിയ വലിയ നിങ്ങൾ അവരുടെ പരിപാടി നടക്കുമ്പോ വലിയ വലിയ ഡ്രോണുകളും ക്യാമറകളും വെക്കേണ്ട ആവശ്യം എന്താ? അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ തിരിച്ചുള്ള പെണ്ണുങ്ങളും കാണിച്ച് മറ്റുള്ളവനെ കാണുന്ന രൂപത്തിൽ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ അതാണ് ഉദ്ദേശമെങ്കിൽ ഇത് അതല്ല ഉദ്ദേശം. ഇത് ഹവ പിൻപറ്റ. എനിക്കറിയാം, ഞാൻ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതായത് ഈ സംഘടന ഭിന്നിക്കുന്നതിന്റെ മുന്നോടിയായി സംസാമദീനി നമ്മൾക്കൊരു ക്ലാസ് എടുത്തു നമ്മുടെ ദഅവ വിങ്ങിന്. അപ്പൊ പറഞ്ഞു ഫോട്ടോ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഹറാമാണ്. ഉലമാക്കൾ പറഞ്ഞു ആ ഒരു പ്രൊഫൈലിൽ ഫോട്ടോ വെക്കാൻ പാടില്ല. എല്ലാ സംഘടനന്റെ കുറച്ച് ആളുകൾ ഒഴിച്ചിട്ട് എല്ലാ ആളുകളും എന്തായാലും പ്രൊഫൈലിൽ നിന്നുള്ള ഫോട്ടോ എടുത്ത് റിമൂവ് ചെയ്തു. കാരണം ഫോട്ടോ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും ആസ്വാദനത്തിന് വെച്ച് വെക്കുക എന്നുള്ളത് ഹറാമാണെന്ന് എല്ലാ ഉലമാക്കൾ എന്തായിട്ടുണ്ട് അംഗീകരിച്ചതാണ്. ഇജ്മാ ഉള്ളത് പോലെയാണ്. പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? ഈ ക്ലാസുകൾ എടുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതാണ്. അത് നമ്മ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. പാടില്ല റസൂലിന്റെ ഹദീസ് വെച്ച് കൊണ്ടാണ് പറയാം. അതായത് ക്യാമറ കൊണ്ട് എടുക്കുക എന്നുള്ളത് അന്ന് അതെന്താണ് തസ്വീറിൽ പെടും എന്നത്തെയും പറയും. എല്ലാ സംഘടനാ പ്രവർത്തകരുടെ മൊബൈലും ഫേസ്ബുക്കും എല്ലാം ഫോട്ടോ ഡിലീറ്റ് ആയി. പെട്ടെന്ന് എല്ലാവരും ഒരു സുപ്രഭാതത്തിൽ ഫോട്ടോ ഇടും. ഫോട്ടോ ആറാമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആലിമിന്റെ ഫോട്ടോ ഇല്ലേ, ഇന്ന ആലിമിന്റെ ഫോട്ടോ ഇല്ലേ? എന്തിന്? ഓന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ കഴിക്കുമ്പോഴും ഓന്റെ ട്രിപ്പിന് പോയ ആ ഫോട്ടോ സ്റ്റാറ്റസ് ഇടാനും സ്കൂളിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയാൽ അതാ ഈ സമ്മാനം കിട്ടി എന്ന് അറിയിക്കാനാണ് ഓന്റെ ഫോട്ടോ. എന്തിന്റെ കാര്യം കൊണ്ട്? ഏത് കാരണമാണ് പറയുന്നത്? ദഅവത്തിന്റെ പേരിലാണ് തുടങ്ങുന്നത്. അപ്പോ നാം എന്ത് മനസ്സിലാക്കണം? റസൂലിന്റെ ഹദീസാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഉലമാക്കളുടെ വാക്കുകളല്ല ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവരുടെ ഹവ അനുസരിച്ചിട്ട് പോവാണിങ്ങനെ. എന്നിട്ട് ആ ഹവക്ക് യോജിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ഫത്വ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരെ. ഇതാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ തസ്വീറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. ഖിയാമത്ത് നാളിൽ ശക്തമായ ശിക്ഷ കിട്ടുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് തസ്വീർ ഉണ്ടാക്കുന്ന പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹിയും ഷെയ്ഖ് ഇബ്നു തൈമിയ്യയും ഷെയ്ഖ് ഇബ്നു ബാസും എല്ലാവരും പറഞ്ഞു ഈ ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോ ഇത് ഈ തസ്വീറിൽ പെടും. ഷെയ്ഖ് ഇബ്നു തൈമിയ്യൻ പറയുകയാണ്, അതായത് ഷെയ്ഖ് ഇബ്നു തൈമിയ്യൻ നമ്മെ അറിയിച്ചു തന്നു, അതായത് ഈ തസ്വീർ ബിൽ ക്യാമറ കൊണ്ട് എടുക്കുക എന്നുള്ളത് അതെന്താണ് ഇതിൽ പെടും എന്നുള്ളത് എന്തായിട്ടുണ്ട് ഷെയ്ഖ് ഇബ്നു തൈമിയ്യൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്. അതെന്ന് പറഞ്ഞ മസ്ലഹത്തിന് വേണ്ടി എന്താവാം ദഅവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുക എന്നുള്ളത്. നമ്മുടെ ഉലമാക്കൾ, അതായത് ആൽസുന്നത്തുൽ ഉലമാക്കൾ തന്നെ പറഞ്ഞു ഹറാമിന് വേണ്ടി ദഅവത്തിന് വേണ്ടി ഹറാം ചെയ്യുകയും എന്ന് ചോദിച്ചു. അപ്പൊ ലറൂറത്തിന്റെ കാര്യത്തിനല്ലാതെ ഫോട്ടോ എടുക്കുക എന്നത് ഹറാമാണ് എന്നും
ദലീൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഉലമാക്കൾ പഠിപ്പിച്ചു തരികയും ചെയ്യും. അപ്പൊ നമ്മളെന്താ ഇപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, നിങ്ങൾ തന്നെ ഇത്ര ശക്തമായി എതിർക്കുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ലേ, ഇജ്തിഹാദിയായ കാര്യമല്ലേ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ദലീലുകൾ വ്യക്തമായതിനു ശേഷം അവിടെ ഒരു ഇജ്തിഹാദ് ഉണ്ടെങ്കിലും ആ ഇജ്തിഹാദ് ചെയ്തിട്ടുള്ള ഉലമാക്കൾക്ക് എന്തുണ്ടാവും? എതിരുണ്ടാവും. പക്ഷേ നമ്മളെ പോലെയുള്ള ആളുകൾ ഹദീസ് ഉണ്ടായിട്ട് ആ ഹദീസ് സ്വീകരിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉദരാണുള്ളത്? എന്ത് ഉദരാണ് അള്ളാന്റെ കൈകളിലുള്ളത്? ഇന്ന ശൈഖ് പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതാണോ? റസൂൽ ഹദീസ് ആ ഉലമാക്കളെല്ലാം പറഞ്ഞു. നമ്മൾ ദലീലായി കൊണ്ടുവരുന്ന ഉലമാക്കളൊക്കെ പറഞ്ഞത് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് തസ്വീറിൽ പെടും, അത് പെടുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു. റസൂലിന്റെ ഹദീസ് ഉണ്ട്, എന്ത്? ഇന്ന ശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസബിറൂൻ. ഖിയാമത്ത് നാളിൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകിത്തീരുന്ന ആളുകളാണ് ആര്? ഫോട്ടോ ഉണ്ടാക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ സംഘടന സംവിധാനത്തിൽ ഇപ്പൊ ഇവിടെ പ്രോഫ്കോൺ നടക്കുന്നു. അവർക്ക് എന്താണ് ഭയങ്കര വമ്പൻ ക്യാമറയ്ക്ക് തന്നെ അവരെന്താവുകയാണ്? പൈസ ചെലവാക്കുകയാണ്. എത്ര പൈസ ഹറാമിനെ അവർ ചെലവാക്കുന്നു, എത്ര എത്ര കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പിന്നെ മറ്റൊരു പ്രശ്നം അൽ വലാ വൽ ബറാ ദയ്യിഖ്. അൽ വലാ വൽ ബറാ ദയ്യിഖ്. അതായത് വലാവും ബറാവും അവർക്ക് ദുസ്സമുള്ളതാണ്. അവർ സംഘടനയ്ക്ക് വേണ്ടി സ്നേഹിക്കും, സംഘടനയ്ക്ക് വേണ്ടി ഓർക്കുകയും ചെയ്യും. അപ്പൊ അവർ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട്. അവർക്കറിയില്ലേ, അവരുടെ ഉലമാക്കൾക്ക് അറിയില്ലേ, സംഘടന വേണ്ട എന്ന് പറഞ്ഞ, സംഘടന വിദഅത്താണെന്ന് പറഞ്ഞ അഹ്ലു സുന്നത്തിൽ പെട്ടിട്ടുള്ള ഉലമാക്കളുണ്ട് എന്ന്. ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി പോലെയുള്ള ഉലമാക്കൾ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട്. ഷഹബാനിന്റെ അവസാന കാലഘട്ടത്തിൽ സംഘടന ഹറാമുണ്ട്. അറിയില്ലേ? ഇവർ അഹ്ലു സുന്നത്തിന്റെ ആലിമീങ്ങളല്ലേ. എന്നിട്ട് ഈ സംഘടന പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് അവരെന്താ പറയാ? തീവ്രവാദികൾ. അവർ നമ്മൾ എതിർക്കുന്നു എന്നതിന്റെ പേരിൽ നമ്മെ വിളിക്കുന്ന എന്താ? തീവ്രവാദി. എന്താ കാരണം? അവരുടെ സംഘടനയിൽ നമ്മൾ കൂടിയിട്ടില്ല, വിസ്ഡമിൽ നമ്മൾ കൂടിയില്ല, KNM-ൽ കൂടിയില്ല, മടൂറുകൾ ഒന്നിച്ചൊരു കൂടിയില്ല. എന്തായി? നമ്മൾ തീവ്രവാദികളായി. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ? മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും തീവ്രവാദികളാക്കണമെന്ന് ഫാസിസ്റ്റ് ശക്തികൾ എന്തായിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് അതിനും താങ്ങായിക്കൊണ്ടതാ നിങ്ങൾ തീവ്രവാദികൾ എന്ന് മുസ്ലിങ്ങളെ നോക്കിട്ട് വേണ്ട, അവര് തൗഹീദുള്ള ആളുകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ തീവ്രവാദികളാണെന്ന് പറയാൻ അവർക്ക് എങ്ങനെയാണ് സാധിക്കുക? കാരണം അവരുടെ സ്നേഹവും സ്നേഹവിച്ഛേദനവും സംഘടനയുടെ പേരിലാണ് എന്നുള്ളതാണ് തെളിയിക്കുക. അതാണ് അവരുടെ സ്നേഹവും സ്നേഹവിച്ഛേദനവും സംഘടന പേരിൽ. അവർ സംഘടന നമുക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ്. സംഘടന പുറത്ത് ഏറ്റവും എത്ര നല്ല ആളാണെങ്കിൽ പോലും അവനെന്താണ്? കേടായിട്ടാണോ വടക്കായിട്ടാണോ അവരെന്താവുക കാണുക. ഇത് തന്നെ മതി, സംഘടന വേണ്ട, ഹറാമാണ് എന്നുള്ളതിന് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹി മിനൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി കോപിക്കുക എന്നുള്ളത് ഈമാനിൽ പെട്ടതാണ്. അള്ളാഹിന് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അള്ളാഹിന് വേണ്ടിയാണ് നമ്മൾ വെറുക്കേണ്ടത്. നമ്മൾ ബന്ധം വിച്ഛേദിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. അല്ല ഈ വൈദൽ മുസ്ലിയാറാവട്ടെ, അല്ലെങ്കിൽ അവരുടെ തലവന്മാരായിട്ടുള്ള KNM-കാരങ്ങളൊക്കെ അവരുടെ സ്നേഹവും സ്നേഹബന്ധവും എല്ലാം അവരുടെ സംഘടനയുടെ പേരിൽ തന്നെയാണ്. അവർ എന്ത് ചെയ്യും? ആളുകളുടെ മേൽ കളവുകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സംഘടനയുടെ മറ്റൊരു ദുഷ്ടത എന്ന് പറയുന്നത് എലക്ഷൻ. എലക്ഷന്റെ രീതി ആരുതാ? മുസ്ലിങ്ങളുടെ. എലക്ഷൻ എന്നുള്ള രീതി ആരുതാണ്? മുസ്ലിങ്ങളതാണോ? അല്ല, കാഫിറിങ്ങളിൽ നിന്ന് വന്നതാണ്. നമുക്കറിയാം തശബ്ബു ബിൽ കുഫാർ എന്താണ്? ഹറാമാണ്. കാഫിറിങ്ങളായി സാധിച്ചപ്പെടുക എന്നുള്ളത് ഹറാമായ കാര്യം. ഒരു സംഘടന പ്രസിഡന്റ്, സെക്രട്ടറി, പ്രസിഡന്റ്, കോമഡി എന്ന് പറഞ്ഞാലേ ഹലോ 10-20 വേണം നമുക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ഇത്തരന്നെ ആവണമെന്നില്ല. ചെയ്ത് കാണിക്കട്ടെ. 20 വൈസ് പ്രസിഡന്റ്, 20 പ്രസിഡന്റ്, 20 സെക്രട്ടറി, അതങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ, ആ റൂൾസോടെ നിങ്ങൾ പോകുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ഉണ്ടാവാത്തത്? അപ്പൊ അതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതായത് ഉലമാക്കൾ ഈ സംഘടനയുടെ പ്രശ്നമായി എണ്ണിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇലക്ഷൻ എന്നുള്ളത്. അതായത് സംഘടനയുടെ നേതൃത്വം ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ഷൻ ഉണ്ടാവും. 3 വർഷത്തിന് ഒരിക്കൽ ഇലക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ ആര് പഠിപ്പിച്ചു? കൃത്യം 3 വർഷത്തിന് ഇലക്ഷൻ വെക്കുന്നതായി കാണും. ഓരോ യൂണിറ്റുകളിലും അവരെന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇങ്ങനെ ഒരു സിസ്റ്റം, മെമ്പർ, വൈസ് പ്രസിഡന്റ്, പിന്നെ വൈസ് സെക്രട്ടറി, ഇങ്ങനെ ആ ഒരു രീതി അവരെന്താ ഉണ്ടാക്കുന്നതായി നമുക്ക് എന്താവാൻ കാണാം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇവരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തെണ്ടാൻ വിടുക എന്നുള്ളത്. ആളുകളെ ദാവത്തിന്റെ പേരും പറഞ്ഞ്, മസ്ജിദിന്റെ പേരും പറഞ്ഞ് ഈ സംഘടനയുടെ അവസ്ഥ എന്ന് പറയുന്നത് തെണ്ടാൻ വിടുക. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കുട്ടികളെ ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ തെണ്ടുന്ന കാര്യത്തിലായിട്ട് വ്യാപൃതരാക്കുക എന്നുള്ളത്. നമ്മൾ എന്നാവുന്നില്ല, ഇത് എതിർക്കുന്ന ആളുകൾക്ക് ഹൈറെത്തിച്ചു കൊടുത്ത് അവരുടെ സ്വയം സഹായിക്കാനുള്ള പ്രാപ്തരാക്കുക എന്നുള്ളതിൽ നമ്മൾ എതിർക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവരുടെ രീതി അങ്ങനെയല്ല. ഇപ്പോ ഉദാഹരണത്തിന് ഞാനൊരു 50,000 എന്തായി കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരാൾ പൈസ തന്നു. എന്തിനാണ് തരുന്നത്? പള്ളി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി. അതിൽ നിന്ന് 40% ആർക്ക്? ഈ മേങ്ങിയ ആൾക്ക് ഉണ്ടാവും. അപ്പൊ കൊടുക്കുന്ന ആളെ പൈസ തിന്നല്ലേ? അവന്റെ ഉദ്ദേശത്തെ, അതായത് അവൻ ഏതൊരു ഉദ്ദേശത്തിലാണ് കൊടുക്കുക ആ ഉദ്ദേശത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്താവുക? മറ്റുള്ള രൂപത്തിൽ പൈസ തിന്നുക എന്നുള്ളതാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ അന്യായമായി കൊണ്ട് നിങ്ങൾക്കിടയിൽ പണം തിന്നരുത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇവർ അത് പഠിപ്പിക്കാൻ കലക്ഷൻ നീ കൊണ്ട് നമ്മ ജാമ്യ ഹിന്ദിന്റെ സ്ഥലം വാങ്ങാൻ വേണ്ടി കലക്ഷൻ ഉണ്ടാക്കിയപ്പോ ഇവിടെ 30% ആരും ഈ കളക്ഷൻ ഉണ്ടാക്കുന്നത്. 30%. 1 ലക്ഷം കളക്ഷൻ ആയി കഴിഞ്ഞാൽ 30,000 രൂപ പോക്കറ്റില്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അറിയില്ല ആ സമയം ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. ഉസ്താദ്മാരല്ല പറയാം. ഇത് ജാമ്യ ഹിന്ദിന്റെ മാത്രം പ്രശ്നമല്ല ഞാൻ പറയുന്നത്, മൊത്തം സംഘടനക്കാരുടെ പ്രശ്നം ഇത്. അത് ജമിയത്തെ അൽ ഹദീസാണ്. എന്തിനാ ഇത്ര ഉഷാറായിട്ട് എല്ലാ റമദാനിനും ആളുകൾ വരിക? എന്താണ് ഒരു കൊല്ലത്തെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? 2-10 ലക്ഷം ഒരുത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ 30%. ഇപ്പൊ 40 എന്നാണ് പറയാം. ഇപ്പൊ കുറെ ആൾക്കാർ 60% വരെ കൊടുക്കുന്നതായി കാണും. 40% പള്ളിക്ക് മാത്രം, 60 കൊടുക്കുന്ന ആളുടെ നീയത്ത് എന്തായിരുന്നു കൊടുക്കുന്ന ആളുടെ നീയത്ത്? പള്ളി ഉണ്ടാക്കണം. അവൻ നല്ല നീയത്തിൽ കൊടുക്കുന്നവൻ പാവം. അപ്പൊ എന്തായി? അന്യായമായി പണം തിന്നുകയല്ല ചെയ്യേണ്ടത്. അത്ര ദീനിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ സ്വയം പോയിട്ട് എന്താണ് ആളുകൾക്ക് ഹൈർ അറിയിച്ചു കൊടുക്കട്ടെ. അതിനെന്തിനാ തിന്നണം? അവന് വേണ്ടേ? ചോദിക്കുന്ന ആൾക്ക് പ്രതിഫലം വേണ്ടേ? ഹൈർ വേണ്ടേ? റസൂൽ പറഞ്ഞു, നിങ്ങൾ ശഫാഅത്ത് ചെയ്ത് നിങ്ങൾ പ്രതിഫലം നേടൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രതിഫലം വേണ്ടേ? പിന്നെ അങ്ങനെ ഒരു രീതിയിൽ തറബിയത്ത് നൽകുന്നത് എന്തിനാ? തെണ്ടുന്ന രൂപത്തിലാക്കി മാറ്റുന്നത് എന്തിനാണ്? ദുനിയാവിനോടുള്ള പ്രേമം ഉണ്ടാക്കുന്നത്. പിന്നെ പൈസക്ക് കണ്ണ് ഇടുന്നതിനാ. അതിന് ആവശ്യം എന്താ? മുഖ്യ സംഘടനക്കാർ ഇന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല, ഈ പൈസ ഉണ്ടാക്കുന്ന എങ്ങനെ അറിയാം? കുറച്ച് കുട്ടികളെ ഇവരെന്നല്ല, ഏത് സംഘടനയിലും കുറച്ച് ആൾക്കാരെന്നോ കുറച്ച് കുട്ടികളുണ്ട് ഇങ്ങനെ ഇരുത്തും. എന്നിട്ട് അവരെ വീഡിയോ എടുക്കും. പാവപ്പെട്ട കുട്ടികൾ ഇങ്ങനെ സമയത്ത് മാത്രം ചിക്കനും ഇതെല്ലാം ഉണ്ടാവും. പിന്നെ കുട്ടികൾ അതെല്ലാം ആ കുട്ടികളും കൊടുന്ന് അഭിനയിപ്പിച്ച് ആ കുട്ടികളുടെ മര്യാദ എടുത്ത് ഒരു ഓൺ ടൈം എന്താണ് ആ സംഭവം നടക്കും. എന്നിട്ട് അതിനെ വെച്ച് ലോകം നടക്കും. ലോകം നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ്. പക്ഷെ നാട്ടുകാരുടെ ബാധ്യത ആ നാട്ടിലുള്ള ദീനിയായ സ്ഥാപനങ്ങളെ കൊണ്ടു നടത്തുക എന്നുള്ളത്. സ്വർഗയുടെയും മഹത്വങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കിണർ കൊയ്ക്കുന്നതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ദീനിനെ സഹായിക്കുന്നതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് തർബിയത്ത് ചെയ്യേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് തർബിയത്ത് ചെയ്തിട്ടുള്ളത്. റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലിന്റെ മാർഗം അങ്ങനെയാണ്. ആ റസൂലിന്റെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇവർ എന്ത് ചെയ്യും? ഇവർ ദീനിന്റെ ചില സംഗതികൾ എടുത്ത് അതിനെ വലിയതാക്കി കാണിച്ച് എന്നിട്ട് ആലോചനത്തിന്റെ കാര്യം ഈ രീതി ശരിയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കിണർ കേൾക്കുന്നതൊക്കെ എതിരാണോ എന്ന് ചോദിക്കാം. പാവപ്പെട്ടവനെ സഹായിക്കുന്ന വിഷയത്തെ എതിരാണോ എന്ന് ചോദിക്കാം. അതിനല്ല എതിര്. നിങ്ങൾ കാട്ടുന്ന രീതിയും നിങ്ങളുടെ ആ ബിദ്അത്തിന്റെ രൂപമാണ് നമ്മൾ എതിരെ എന്നുള്ളതാണ്.
നിങ്ങൾക്കറിയോ ഒരു കിട്ട്, റമദാൻ കിട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അതെന്താ, ഇങ്ങനെ എടുത്ത് ഫോട്ടോ എടുത്ത് ഈ വാട്സാപ്പിൽ ഇട്ട് ഇങ്ങനെ ചെയ്ത് ഒരു വീടിന്റെ അടുത്ത് വാങ്ങുന്ന സീൻ ഇങ്ങനെ നിന്നിട്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്കറിയോ, ഒരു സക്കാത്തിന്റെ പണം നമ്മ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സക്കാത്ത് കൊടുക്കുമ്പോൾ അവനോട് പറയരുത് ഇത് സക്കാത്തിന്റെ പണാണ് എന്ന് വരെ പറഞ്ഞിട്ട് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അവന് വിഷമം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ ഞാനൊരു സക്കാത്ത് വാങ്ങുന്ന ആള് ഒന്നുവരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് ലോകത്തുള്ള ആളുകൾക്ക് മുന്നിൽ ഇവരെന്ത് ചെയ്യുക, ഒരുത്തന്റെ കഷ്ടപ്പാടുകൾ തുറന്നു കാണിച്ച് അവനെ തീരെ ഇല്ലാതാക്കുന്ന ഇസ്സത്തുള്ള ആളുകൾ അതൊന്നും ആഗ്രഹിക്കുന്നവരല്ല. അവന്റെ നെരികേട് കൊണ്ട് ചിലപ്പോ അവൻ എടുത്തെന്ന് വരാം. അതിനെ ആളുകൾക്ക് മുന്നിൽ കാണിച്ച് അവന്റെ അഭിമാനത്തിന് ശിതം വരുത്തുന്ന രൂപത്തിലാണ് ഇന്നെന്താവുക, സ്വതക്കകളെല്ലാം നടന്നുകൊണ്ടിരിക്കുക എന്ന് നാം എന്താവുക മനസ്സിലായി. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ കളവ് പറയുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ എന്താണ് കണ്ടും നമ്മൾ അറിയുന്നതാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ നാം കാണുന്നത് എല്ലാം എന്താണ് റസൂലിന്റെ മാർഗത്തിലുള്ള കാര്യങ്ങളല്ല എന്ന് നാം എന്താവുക മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഇനി അതായത് നമ്മൾ പറഞ്ഞു ചില ഉലമാക്കൾ എന്താണ് സംഘടനാ രീതി, സംഘടനാ സംവിധാനം അതെന്താണ് ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ബിദ്അത്താണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഒന്ന്, ഇതിനെല്ലാം ഇപ്പൊ കിണറിന് ആവശ്യമുള്ളവരുണ്ട്. എവിടെ? സ്വഹാബികളെ കാലഘട്ടത്തിൽ, താബീങ്ങളെ കാലഘട്ടത്തിൽ ദഅവ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സംഘടനാ സംവിധാനം എന്ന രൂപം അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ താബീങ്ങളോ തബഉ താബീങ്ങളോ ഒരു 1200 വർഷത്തോളം 1200 വർഷത്തോളം എന്തില്ല ഇങ്ങനെ ഒരു രീതിയെ മുസ്ലിം ഉമ്മത്തിന് അറിയില്ല. ആരിൽ നിന്ന് വന്നു? ഭൂതന്മാരിൽ നിന്നാണ് മുസ്ലിങ്ങൾക്ക് എന്തായിട്ടുള്ളത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ് എന്ന് ഉലമാക്കൾ പറഞ്ഞു. കാരണം അന്നും ഇങ്ങനെ പാവപ്പെട്ടവരുണ്ടായിരുന്നു, അന്നും സഹായത്തിന് ആവശ്യമുള്ളവരുണ്ടായിരുന്നു, അന്നും വിധവകൾ ഉണ്ടായിരുന്നു, അന്നും ദഅവത്തിന്റെ മേഖലകൾ ഉഷാറായി നടന്നിരുന്നു. അതെല്ലാം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? എങ്ങനെയാ ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ശൈഖന്മാർ, അല്ലെങ്കിൽ ഉസ്താദ്, ത്വാലിബുൽ ഇൽം, ഇങ്ങനെയാണ് ദഅവത്തിന്റെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നോ ദഅവത്തിന്റെ കാര്യങ്ങളിൽ അവസ്ഥ എന്താണ്? ഇന്ന് പ്രസിഡന്റ്, സെക്രട്ടറി അവൻ പറയുന്ന പോലെയാണ് ഈ ആലിമ് കേൾക്കുക. ഇവരെന്ത് പറയുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ പോവാം. എന്തു പറഞ്ഞാലും സംഘടനയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന ആളെ പുറത്താക്കി. ഖുർആൻ സുന്നത്തിന്റെ വിരുദ്ധയല്ല. സംഘടനയിൽ ഒരു പ്രത്യേക നിയമങ്ങളുണ്ടാകും. സംഘടനയിൽ പ്രത്യേക നിയമമുണ്ടാകും. ആ സംഘടനയുടെ നിയമത്തിന് പ്രത്യേകമായ അച്ചടക്കത്തിന് ലംഘനം ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന ആളെ നമ്മൾ എന്തായി പുറത്താക്കി എന്നുള്ളത്. ഇതൊക്കെ ഏത് ഇതാണ്? ഖുർആൻ സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരെന്തായാലും മുണ്ടൂല. ചിലപ്പോ ഇങ്ങനെയാണ് എന്താവുക, ഇങ്ങനെ പ്രത്യേകമായ റൂൾസുകൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാ സംഘടന. ഇതെന്താണ്? ബിദ്അത്തായിട്ടുള്ള രൂപങ്ങളാണ്. സ്വഹാബികൾ ആരും അങ്ങനെ ഒരു പ്രത്യേക റൂൾ ഉണ്ടാക്കി ഇന്ന റൂൾ നിൽക്കണം, അല്ലെങ്കിൽ താബീങ്ങൾ നോക്കി ഇന്ന റൂളിൽ നിൽക്കണം. അത് എന്താണ്? ഇസ്ലാമിക രാജ്യമുള്ളിടത്താണെങ്കിൽ, ഇസ്ലാം രാജ്യമല്ലാത്തടത്താണെങ്കിലും അവർ ചെയ്തതായി ചരിത്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ എന്താ വേണ്ടത് മനസ്സിലാക്കേണ്ടത്. ഇനി ചില ഉലമാക്കൾ എന്തായിട്ടുണ്ട്, സംഘടന എന്താണ് ദഅവത്തിന്റെ കാര്യത്തിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുന്ന പോലെ അബ്ദുൽ മലിക് മൊറൈർ പറയും സംഘടനയിൽ പ്രവർത്തിക്കണം നിർബന്ധമാണ് എന്ന് പറഞ്ഞിരിക്കും. ഏത് ആലിമാണ് പറഞ്ഞിട്ടുള്ളത്? ഇവരല്ലേ ജമാഅത്തും ജമീയത്തിനും രണ്ടിനെയും വേറെ വേറെ ആക്കുന്ന, എല്ലാം ഒന്ന് മിക്സാക്കുകയാണ് ചെയ്യുന്നത്. സംഘത്തെയും സംഘടനയും മിക്സാക്കുകയാണ്. സംഘം എന്ന് പറയുന്നത് എന്താ? ഒരാൾ അതിനെ നിയന്ത്രിക്കുന്നതുണ്ട്. സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ, അതായത് കുറച്ച് ആളുകൾ, സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉള്ള പ്രത്യേകമായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളതാണ് ഇത് സംഘടന. അത് രണ്ടും എന്നല്ല, ഒന്നല്ല. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇത് രണ്ടെന്നല്ല. ജമിയത്തുകൾ വേറെ, ജമാഅത്തുകൾ വേറെ. അതാണ് അവിടെയും ദുർവ്യാഖ്യാനം. ഹദീസുകൾ വരെ ദുർവ്യാഖ്യാനിക്കുന്നു ഉലമാക്കളുടെ. അത് ഇൻഷാ അല്ലാഹ് അബൂഹൂദ് എന്താവും ഇവിടെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് സംഘടനയുടെ എന്താണ്, ഇപ്പൊ ചില ആളുകൾ കൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആലിമുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായി ഏത് ആലിം, അത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ആവട്ടെ,
ആവട്ടെ, ഏതൊരു ആലിമീങ്ങളും അവർ അന്നത്തെ കാലഘട്ടത്ത് ഇന്ന ആളുകളോട് കൂടെ എന്താണ് പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർ എന്തായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്താണ് സലഫി ആലിമീങ്ങളുടെ അരികൾ എന്താ ഈ ഫിത്ന ബാധിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് അനുയോജ്യമായ ഫത്വകൾ കൊണ്ടുവരാൻ, അനുയോജ്യമായ രൂപത്തിൽ ഫത്വകൾ കൊണ്ടുവരാൻ എന്നുണ്ടാവും ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ ഫത്വ മേടിച്ചതാണ്. അങ്ങനെയാണ് അവർ എന്തായിട്ടുള്ളത് ഫത്വ മേടിച്ചിട്ടുള്ളത്. അവർക്ക് യോജിച്ച രൂപത്തിൽ എന്നാ ചോദ്യം. ഷെയ്ഖ്, നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, ഇന്നത് തരട്ടെ, ഇന്നത് തരട്ടെ. പക്ഷെ ഇന്നിന്ന ഞങ്ങൾ നാട്ടിലേക്ക് പോയി, ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു, അപ്പൊ എന്ത് ചെയ്യാം? അതായത് അവരുടെ പ്രവർത്തനങ്ങളെ നന്നതാക്കി കാണിക്കുമ്പോൾ സ്വാഭാവികമാണ് ഉലമാക്കൾ എന്നാണ് ഖൈർ ഉദ്ദേശിക്കുന്നവരാണ്, അല്ലെ? ആലിമീങ്ങൾ അപ്പൊ നീ പ്രവർത്തിച്ചോ എന്ന് പറയും. ഇതിനെടുത്ത് എന്താണ് അതാ കണ്ടില്ലേ സംഘടനയിൽ പ്രവർത്തിക്കാൻ എന്നുണ്ട് തെളിവ് ഉലമാക്കൾ പറഞ്ഞു എന്നാണ് കൊണ്ടുവരിക. അപ്പൊ അവരുടെ ചില ഷർത്തുകൾ വെച്ചു. ഹിസ്ബിയത്തിൽ നിന്ന് എന്താവണം? വിമുക്തമായിട്ടുള്ള സംഘടനയായിരിക്കണം എന്നാണ് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഹിസ്ബിയത്തില്ലാത്ത സംഘടന ലോകത്ത് എവിടെ ഒരു സംഘടന കാണിച്ചു തരും? ഫൈസൽ മുസ്ലിയാർ പറയുന്നു ഞങ്ങളെ സംഘടന ഹിസ്ബിയത്തില്ല എന്നാണ്. ഞാൻ പറഞ്ഞ ഹിസ്ബിയത്ത് ഉണ്ട്. എന്താണ് ഹിസ്ബിയത്ത്? കളവ് പറയുന്ന സലഫികളുടെ മേൽ, ആരോപിക്കുന്ന സലഫികളുടെ മേൽ എല്ലാം എങ്ങനെ ഉണ്ടായി? ഷെയ്ഖുകൾ പറഞ്ഞിട്ടില്ലേ? ഇവരെന്താ കളവും വഞ്ചനയും കാട്ടുന്നു. എന്റെ പേരിൽ വരെ ഫൈസൽ മുസ്ലിയാർ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേരിൽ വരെ, എന്റെ കൂടെ എന്റെ ജൂനിയറായി എന്നോട് പഠിച്ചിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കേണ്ടവരെ എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. കളവ് എന്നാണ് അവർ പറയുന്നതിൽ യാതൊരു മടിയും കാട്ടുന്നില്ല. ഇപ്പൊ ഈയിടെ ഒരു പ്രസംഗം കേട്ടു, എന്താണ് ചില ഉലമാക്കൾ സംഘടന പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്, ഹറാം. എന്നാൽ നാട്ടിലത്തെ വിഷയം അറിയിച്ചപ്പോ എല്ലാ സംഘടനക്കും സംഘടനകളുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് വാജിബാണെന്ന് ആലിമികൾ പറഞ്ഞു. ഏത് ആലിമാ പറഞ്ഞ? ദലീലോടെ, തെളിയോടെ? തൊള്ളവടയല്ല പറയുന്നത്. നിങ്ങളെ തൊള്ളവട കേൾക്കാൻ നമ്മൾ എന്തില്ല നിൽക്കുന്നില്ല. നിങ്ങളുടെ ഹവ കേൾക്കാനല്ല നമ്മളുള്ളത്. നിങ്ങൾ പറയും ഏത് ആലിമാണ് സംഘടന ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? എന്നാണ് പറഞ്ഞ ഉലമാക്കൾ മുത്തലക്കായിക്കൊണ്ട് എന്ന സംഘടന ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞവരൊക്കെ പറഞ്ഞ ഷർത്തോടെയാണ്. എന്ത് ഷർത്ത് പറഞ്ഞു? ഹിസ്ബിയത്ത് ഉണ്ടാവാൻ പാടില്ല, അഹ്ലുസുന്നത്തിക്കിടയിൽ ഭിന്നത ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അഹ്ലുസുന്നത്തല്ലേ? പറയട്ടെ, നമ്മൾ അഹ്ലുസുന്നത്തല്ലേ? അല്ലേ? അവര് എന്നാണ് അഹ്ലുസുന്നത്തിന്റെ മനഹജിനും അഹ്ലുസുന്നത്തിന്റെ അസുലിനും അഹ്ലുസുന്നത്തിന്റെ ഖായിദക്കും നമ്മൾ ഏത് കാര്യത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? നിങ്ങളെ തൊള്ളവടയല്ല, നിങ്ങൾ അഹ്ലുസുന്നത്തല്ല എന്ന് പറയാൻ. ഞങ്ങൾ പറയും നിങ്ങൾക്ക് അഹ്ലുസുന്നത്തല്ല എന്നുള്ളത് അസലിയായ ന്യായങ്ങൾ കൃത്യമായി വെച്ചുകൊണ്ട് ഇന്ന ഉസൂലിന് നിങ്ങൾ എതിരാണ്, ഇന്ന അഖീദത്തിൽ നിങ്ങൾക്ക് എന്നൊരു പ്രശ്നമുണ്ട്, സംഘടനയാണ്. നമ്മൾ ദലീലടക്കം പറയും. നിങ്ങളുടെ സംസാരം എടുത്ത് തന്നെ, എന്നാൽ നിങ്ങൾ നമ്മുടെ സംസാരം എടുത്ത് പറയും. ഇന്ന അസലിന് ഞങ്ങൾ എതിരാണ്, ഇന്ന കായികക്ക് നിങ്ങൾ എതിരെ പ്രവർത്തിച്ചു പറയട്ടെ. അതെന്താണ്? അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ് മൂന്നാമത്തത്? ഇസ്ലാമിന്റെ ശറഈയായ കായികകൾക്ക് അനുയോജിച്ചതായിട്ടിരിക്കണം. നാലാമത്തത് എന്താണ്? ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നില്ല. ഫുള്ള് ശരീഅത്തിന് വിരുദ്ധമാണ് അവരുടെ പ്രവർത്തനത്തിൽ. എന്താ ഇവിടെ ഒരു പരിപാടി ഇപ്പൊ കാസർഗോഡിൽ തന്നെ വിസ്ഡംകാരാണ്, ഒരു കൊച്ച മെച്ചമൊക്കെയാണ് പറയാ. ഒരു പരിപാടി വെക്കുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ നേരുണ്ടോ? ഉസ്താദ്മാർക്ക് വേണം ബാക്കിലിരിക്കുക പെണ്ണുങ്ങൾ, ആണുങ്ങൾ ഈ സൈഡും. അത് ഹറാമല്ലേ? അതാണ് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ നമ്മൾ ഹറാമാണെന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, ഇത് ഈ രൂപം പറ്റോ എന്ന് സലഫിയായ ഓത്തന്റിക് ഉള്ള ഏതെങ്കിലും ആലിമികൾ കാണിച്ചു കൊണ്ടുവരും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. 2 മഹറമുകളില്ലാതെ യാത്ര ചെയ്യുന്ന പ്രോഗ്രാം എവിടെയൂടെ എല്ലാ കാസർഗോഡ് മുതൽ ഇവിടെയുള്ള കുട്ടികളെന്താവും പെൺകുട്ടികളെ, പ്രായപൂർത്തിയായ കുട്ടികളെ കൊണ്ടുപോകും. അതും എന്താണ്? ഒരു മഹറമില്ലാതെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ യാതൊരു നിയമം പാലിക്കാണ്ട്. വേണ്ട, ഒരു കോളേജിലെ വെറുതെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ആരാ? ആണുങ്ങളെ, വികാരമുള്ള ആണുങ്ങളാണ് പഠിപ്പിക്കുക നേർക്ക് നേരെ. സംഘടനയുടെ കോളേജിൽ ചില പെൺകുട്ടികൾ തന്നെ നാണക്കേട് കൊണ്ട് എന്റെ മുഖം കാണണ്ട എന്ന് പറഞ്ഞിട്ട് മുഖം മറച്ചിട്ടുണ്ടോ? ഇതിന് വരെ മുഖം
മറക്കരുത് എന്ന് പറഞ്ഞ് എടുപ്പിച്ച ചരിത്രങ്ങൾ കേരളത്തിൽ ഈ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ കേന്ദ്രന്റെ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മുഖമറക്കാൻ പാടോ തീവ്രവാദം? ഈ ചങ്ങായി പറഞ്ഞില്ലൂടെ അച്ഛനോട് മുഖമറക്ക എന്ന് പറഞ്ഞ തീവ്രവാദം അത്ര. സുബ്ഹാനല്ലാഹ്, ദീനിന്റെ ഒരു ചെറിയ ഒരു ഭർത്താവ് എന്റെ ഭാര്യ ആരും ആണുങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഖമർപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് തീവ്രവാദം ആവാ? അതെന്നാണ് ശരീരത്തിന് എതിരെ ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തത്, ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടത് ആലിമീങ്ങളാണെന്ന്. ഒരു സംഘടന ടി.കെ. അഷ്റഫ് ആലിമാണോ? ഒരു ആലിമുകൾ എന്ന് പറയുന്ന ഈ ഒരിക്കലുണ്ട് എന്ന അതായത് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സംസാരിക്കുന്നു ടി.കെ. അഷ്റഫ്. അപ്പൊ എന്താണ് ഒരു നിയന്ത്രിക്കുന്ന ആരാ? ഞങ്ങൾക്ക് സംഘടനയിൽ ജമിയത്ത് ഉലമ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് ആര്? ഒന്നാ താജുദ്ദീൻ സലാം, അല്ലെങ്കിൽ ടി.കെ. അഷ്റഫ്, അല്ലെങ്കിൽ പിന്നെ അപ്പുറത്താണെങ്കിൽ ഈ പിന്നെ താടിനെ വരെ സുന്നത്തിന് വരെ കളിയാക്കുന്ന ആളുകളായിരിക്കും നിയന്ത്രിക്കുക. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വരുന്നത് ആര്? അവന്റെ ഇഷ്ടമുള്ള പോലെ, അവന്റെ ദേഹച്ചക്കൾക്ക് പോകുന്ന പോലെയാണ് അവർ പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സംഘടനയുടെ മറ്റൊരു ഷർത്തിൽപ്പെട്ട ചില എന്താ വരുന്നത്, ഇത് ഉദ്ദേശം ദീനിനെ സഹായിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് തിന്നാനുള്ള ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. ദീനിനെ സഹായിക്കുക എന്നുള്ളതായിരിക്കണം, തിന്നുന്ന ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്താണ് സഹോദരങ്ങളെ, അതേപോലെ തന്നെ കളവിൽ നിന്ന് മുക്തമായിരിക്കണം സംഘടനകൾ. ഈ ആളുകളുടെ എല്ലായിടത്തും സംഘടനാ പ്രവർത്തനം എല്ലാരും എന്ന് പറയുന്നില്ല, ഇതിലും നേതൃത്വത്തിലുള്ള പല ആളുകളും എന്താണ് കളവ് പറയും. അലുസുന്നത്തിന് പേര് ഒരു എന്താണ് കുടുംബ ബന്ധം പുലർത്താത്തവരാണ് അവര്. പിന്നെ എന്താണ് ഏത് മതത്തിന്റെ ആളുകളെയും കല്യാണം കഴിക്കാം എന്ന് പറയുന്നവരാണ്. എല്ലാത്തിനും ക്ലിപ്പുണ്ടോ? ഇത് ഒരു വിസ്ഡമിന്റെ ഖതീബാണ് ഇത് പറയുന്നത്, ഏതെങ്കിലും സാധാരണക്കാരെ കുറിച്ചിട്ടല്ല പറയുന്നത്. മനസ്സിലായ സഹോദരങ്ങളെ? അപ്പൊ എന്താണ് കളവും ഇതെല്ലാം ഉണ്ടായിട്ട് ഉണ്ടാവുകയാണ്, നിറഞ്ഞിരിക്കുന്ന സംഗതികളാണ് സംഘടന എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഉലമാക്കൾ എന്താണ് അനുവദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉലമാക്കൾ മുത്തലക്കായി അനുവദിച്ചതല്ല. ഇനി ഉലമാക്കൾ അനുവദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് ആ സംഘടനാ സംവിധാനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാത്ത ആ സാഹചര്യത്തിൽ അതിന്റെ കൂടെ പ്രവർത്തിക്കാനാ പറഞ്ഞത്. ഇബ്നു ബാസിനൊക്കെ കാണാം തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ പോയിക്കോന്ന് പറഞ്ഞത് ഫത്വയില്ല ഇല്ലേ? ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞിട്ടില്ലേ? അതിനർത്ഥം നാളെ വന്നിട്ട് ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞ ഈ ബിൽഡംകാർ എടുക്കോ അതില് എന്നെ കൂടെ പോയിക്കോ, പ്രവർത്തിക്കട്ടെ. ആ സമയത്ത് ആ സംഘടനയുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് എന്താവുമായിരുന്നില്ല. ഇന്നത്തിന് ശേഷം അവർ എന്താക്കി എതിർക്കുകയും ചെയ്തു. ജമിയത്തെ ഇഹ്യാത്തുറാസ് എന്ന സംഘടനയുണ്ട്. ഈ ജമിയത്തെ ഇഹ്യാത്തുറാസിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ ഷെയ്ഖ് മുഖ്ബിൽ എന്താണ് ഷെയ്ഖ് അൽബാനിയുടെയും ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ ഷെയ്ഖ് അൽബാനി ഷെയ്ഖ് റഹ്മത്ത് പറയാണ്, ഷെയ്ഖ് അൽബാനി എന്താക്കിയിരിക്കുന്നു, ജമിയത്തെ ഇഹ്യാത്തുറാസിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞു. സംഘടന പറ്റുമായിരുന്നെങ്കിൽ എന്തിനാണ് ഷെയ്ഖ് അൽബാനി ജമിയത്തെ ഇഹ്യാത്തുറാസിനെ ബന്ധം മുറിക്കേണ്ട ആവശ്യം എന്താ? എന്നാൽ അവിടുന്ന് പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ബാസിന് അവരുടെ പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇബ്നു ബാസ് അവരിൽ നിന്ന് ബന്ധം മുറിക്കുമായിരുന്നു എന്ന്. ഈ ജമിയത്തെ ഇഹ്യാത്തുറാസിൽ നിന്നാണ് പണം വരുന്നത്, KNM വിസ്ഡമിനൊക്കെ. ഈ സംഘടനയില്ലേ, അതിന്റെ മെയിൻ ആളാണ് ആര്? പിന്നെ ഖവാരിജ് ചിന്താധാരയിൽ പ്രവർത്തിച്ച ആളാണ് അതിന്റെ മോസസിൽ ഒരാൾ. ആ സംഘടനയെ വിദ്യാർത്ഥി സംഘടനയാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചവരും മരിച്ചവരും പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഈ പണക്കെ അവർ സ്വീകരിക്കുന്നത്. അപ്പൊ ആ ബന്ധം തന്നെ മതിയല്ലേ ഇവരുടെ അവസ്ഥ? ഒരു നേരായ മാർഗത്തിലല്ല പോകുന്നത് എന്നുള്ളത്. ഇവർക്ക് പൈസ എവിടുന്ന വരാൻ? കുവൈത്തിലെ ജമിയത്ത് ഇഹ്യാത്തുറാസിൽ നിന്ന് പല ആളുകൾക്കും അവർ സാലറികൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഇവർ ഈ സംഘടനക്കാർ ഉലമാക്കളെ വിലക്ക് വാങ്ങി ദുനിയാവിന്റെ അടിമകളാക്കി മാറ്റി എന്നുള്ളത്. തലബിൽ നിന്ന് വരെ എത്തിച്ചു പോകുന്ന കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളതാണ് എന്തായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ ഉലമാക്കൾ
ഞാൻ പറഞ്ഞത് ഒന്ന് സംഘടനയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അത് പറഞ്ഞത്. രണ്ടാമത്തെ എന്താണ്, ഈ പോകുന്ന ആൾ, ഫത്വ ചോദിക്കുന്ന ആൾ ആ സംഘടനയെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട്. മൂന്നാമത് എന്താണ്, ഉലമാക്കൾ എന്തും ഹൈറാണ് ഉദ്ദേശിക്കുക ആളുകൾ, അതിൽ നിന്നുണ്ടാകുന്ന സംഗതികൾ എടുത്തുകൊണ്ടാണ് ഇവരൊക്കെ എന്താകുന്നത്, സംഘടന ഉണ്ടാവും, പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആ ഫത്വകൾ എടുത്ത് ഇത് മൊത്തത്തിൽ സംഘടന എന്താണ് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൂടെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ തൽബീസാണ് ഓരോ പ്രശ്നം. ഹിസ്ബിയത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ. ഒന്നെന്താ, കളവ് പറയുക. രണ്ട്, വഞ്ചന, ഖിയാന. മൂന്ന്, തൽബീസ്, എന്താ കൂട്ടിക്കലർത്ത. ഈ മൂന്ന് ഹിസ്ബിയത്തിന്റെ അടയാളത്തിൽപ്പെട്ടാണ്. ഈ മൂന്നും എല്ലാ സംഘടനയിലും നമുക്ക് കാണാം. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ അള്ളാഹു തആല നമ്മേവർക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ